ഫോൺ ഇങ്ങനെ റിജക്ട് ചെയ്യുന്നേ? എന്തായിരിക്കും? ഓ, ഗുരുജി, ചൂട് ചൂട് കോഫി. ഓ, താങ്ക് യു. ഏയ് മേഡം, മേഡം, നിങ്ങളെന്താ ഇവിടെ? ഒന്ന് പോടാ. താങ്ക്സ് ഫോർ കമ്മിങ് റൂബി. ആക്ച്വലി നിങ്ങളുടെ പ്രോബ്ലം എന്താ സർ? വന്ന് ഡിസ്കസ് ചെയ്തു, ചെക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ എത്ര തവണ വിളിച്ചു, എല്ലാം റോങ് നമ്പർ ആണ് സർ. അങ്ങനെ സംഭവിക്കില്ലല്ലോ. റോങ് നമ്പറോ? ഒരു തവണയല്ല സർ, 100 തവണ വിളിച്ചു. കുറെ നാളായി എന്റെ ഫോൺ രാജുവിന്റെ കയ്യിലാണ് ഉള്ളത്. ദൈവമേ, ഇവളിപ്പോ എന്നെ കൊടുക്കുവോ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. എന്തോ മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നാ തോന്നുന്നത്. എന്താ രാജു? ആ, അതെ ഗുരുജി, അതെ അതെ. മേളിൽ നിന്നെന്തോ പോവുകയും ചെയ്തു, താഴെന്തോ വീഴുകയും ചെയ്തു. ആണിങ്ങി വന്നേക്കുവാ. മേഡം, നിങ്ങൾ ഒരുപാട് ദൂരത്തുനിന്ന് വന്നല്ലേ? ഇരിക്കുന്നേ. ഓ, വെൽക്കം ഡോക്ടർ. എന്താ സാർ ഇങ്ങനെ? വരാൻ പറഞ്ഞു, കോൾ ചെയ്യാൻ പറഞ്ഞു. കോള് ചെയ്യുമ്പോ ആണെങ്കിൽ എടുക്കൊന്നുമില്ല. എന്റെ ലൈസൻസ് ആണെങ്കിൽ ക്യാൻസലും ചെയ്തു. എന്റെ ഹോസ്പിറ്റലാണെങ്കിൽ അവർ അടച്ചുപൂട്ടി. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. രാജു, സെയിം ടു സെയിം ഗുരുജി. മേളിൽ നിന്ന് പോയി താഴെ വീണു, അത്രേ ഉള്ളൂ ഗുരുജി. ഓ, നിന്നെ കൊണ്ട് വലിയ തലവേനായല്ലോ. അവർക്കുള്ള മുറി കാണിച്ചു കൊടുക്ക്. ഓക്കെ ഗുരുജി. മാഡംസ്, നടക്കൂ. നടക്കുന്നേ. ഇതൊരു നടക്ക് പോകുന്നു തോന്നണില്ല. മേ കമ്മിങ് സർ? യെസ്, കമ്മിങ്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. എന്താ ഹരഗോപാൽ ഈ വഴിക്കൊക്കെ? സാർ, നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. യാ, ടെൽ മീ. സർ, ആ പാക്കാലക്കോട്ടയുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബുക്ക് സ്റ്റഡി ചെയ്തപ്പോൾ ആ കോട്ടയുമായി ബന്ധപ്പെട്ട കുറേ ഇൻഫർമേഷൻ അതിലുണ്ട്. എല്ലാ ഇൻഫർമേഷനും എടുത്ത് സൂക്ഷിച്ച് വെക്കണം. ആ ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ കോട്ടക്കുള്ളിലിരിക്കുന്ന നിധി വളരെ ഈസിയായി പുറത്തു കൊണ്ടുവരാം. എന്തിന്? ജനങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കാനോ? ഞാൻ അതിനുവേണ്ടി ഒരു ടീമിനെ റെഡിയാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവൻ പോകാൻ റെഡി ആയതുപോലുണ്ടല്ലോ. ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കില്ല. പ്ലീസ് സർ. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനാവശ്യമായ സപ്പോർട്ട് തരില്ല. സർ, ആ നിധി മുഴുവൻ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നാട്ടിലെ ദാരിദ്ര്യം മുഴുവൻ മാറിക്കിട്ടും സാർ. എനിക്ക് ഈ കാര്യത്തിൽ ഗവൺമെൻറ് അനുമതി തന്നാലും അനുമതി തന്നില്ലെങ്കിലും ഈ ഓപ്പറേഷൻ ഞാൻ വിജയകരമായി പൂർത്തിയാക്കും സാർ. നീ ഇത്രയും തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് എന്തിനാ വന്നേ? അതിന് സാറിൻ്റെ സപ്പോർട്ട് വേണം. നമ്മുടെ നാടിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ പങ്കാളിയാകുന്നതിന് ഞാൻ എപ്പോഴും ഒരുക്കമാണ്. എൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. താങ്ക് യു സാർ. വരട്ടെ. ഒരു നിമിഷം ഹരിഗോപാൽ. സർ, നിങ്ങൾ ഇനി വയ്ക്കാൻ പോകുന്ന ഓരോ ചുവടുകളും നോക്കി സൂക്ഷിച്ചു വെക്കണം. ശരി സാർ. ഹലോ ഡോഗ്ര. എന്താ കാര്യം? ഹരഗോപാൽ ഇവിടെ വന്നിരുന്നു. എനി അപ്ഡേറ്റ്സ്? ഇന്ന് തന്നെ തുടങ്ങാൻ പോകുകയാണ്. ഓക്കെ. അവരൊരു ടീം ഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. ആ, ഡോണ്ട് വറി. നീ ലൊക്കേഷൻ എനിക്ക് അയച്ചതാ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഡിയർ. നിങ്ങൾ അത്ഭുതപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾക്ക് ഈ മിഷനിൽ എന്താ ബന്ധമുള്ളത്, അങ്ങനെയല്ലേ? അതെ ഗുരുജി. തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അതേത് വിധത്തിലെ ബന്ധമാണെന്ന് പറഞ്ഞാൽ ഗുരുജി, അപ്പൊ ഞാനോ? ഇപ്പോഴും നിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതിനൊരു നിശ്ചയമില്ലല്ലോ. സിറ്റുവേഷൻ നോക്കി ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴാണ് പുറപ്പെടുന്ന ഗുരുജി? ഇപ്പൊ തന്നെ. ആ മഹേഷ്, സാർ, സാറ് ചോദിച്ച പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആ ആക്ച്വൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അടുത്ത് ആ മിനിസ്റ്റർ അയാളുടെ സെക്കൻഡ് വൈഫിന്റെ മകൻ അമറിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് സാർ. വായ്. ആദ്യ ഭാര്യയിൽ മക്കളില്ലേ? സാർ, കുറച്ചു നാൾ മുമ്പാണ് മന്ത്രിയുടെ ആദ്യ ഭാര്യയുടെ മകൻ
ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയെന്നും അത് മർഡറാണെന്നും എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. മർഡറോ? അതാരാ ചെയ്തേ? ക്ലൂ ഇല്ലാതെ ആരോ കൊന്നെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഹലോ സാർ. ഈ 28-ാം വയസ്സിൽ നിനക്ക് ആ മാതാപൂരിലെ പ്രോപ്പർട്ടി ആവശ്യമുണ്ടോ? സൂക്ഷിച്ച് സംസാരിക്കൂ സാർ. സംസാരത്തിൽ വേണമെങ്കിൽ സൂക്ഷിക്കാനെയാ, എന്നാ കത്തിക്കാണ് ഒട്ടും അറിയാത്തത്. ഇപ്പൊ ആ ക്രൈം ത്രില്ലറൊക്കെ നമുക്ക് തന്നാ. പക്ഷേ മിനിസ്റ്റർക്ക് ഫോൺ ചെയ്ത് ഇപ്പോൾ ഉള്ള മകന് ജീവൻ വേണമെങ്കിൽ ആ പ്രോപ്പർട്ടി എന്റെ പേരിൽ എഴുതി വെക്കാൻ പറ. ഗോട്ട് ഇറ്റ്? ഓക്കെ സാർ. ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളാം സാർ. സോറി സാർ. നീ ഒന്ന് അടങ്ങ്. ഓക്കെ സാർ. മഹേഷ് സാർ. ഹായ് സൂര്യ, നിനക്കൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഹരഗോപാലും അവന്റെ ടീമും പാക്കാലക്കോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് യു നോ വാട്ട് ടു ഡു. It's amazing. വൗ, ഞാൻ സ്വപ്നത്തിൽ കണ്ട കോട്ട ഇത് തന്നെ ആണോ സാർ? സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെയുണ്ട്. ഇത് തന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പാക്കാലക്കോട്ട. കണ്ടോളൂ. എവരിബഡി ബി കെയർ. ഗുരുജി, നമ്മൾ 4 പേരുണ്ട്. നിധി കിട്ടുമ്പോ അതും 4 പങ്കുവെക്കണേ. അകത്തുള്ള നിധി പുറത്തു കൊണ്ടുവരുന്നത് നീ പറഞ്ഞ പോലെ അത്ര ഈസിയല്ല. അതെന്താ ഗുരുജി? ഇനി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇവിടെ ആരുമില്ല ഗുരുജി, നിങ്ങൾ വാ, ഞാനില്ലേ കൂടെ. അയ്യോ, ഇവന്മാരാരടാ? ഞാൻ സ്വപ്നത്തിൽ കണ്ട കണ്ണുകൾ ഇവന്റെയാണോ? കഴിഞ്ഞ ജന്മത്തിൽ എന്നെ കൊന്നത് ഇവൻ തന്നെയല്ലേ? ഇവനെന്താ എന്നെ പോലെ? എന്താടാ കാർത്തവരായ? ഈ സാമ്രാജ്യത്തോടുള്ള മോഹം വിടാതെ നീ വീണ്ടും പുനർജനിച്ചു കൊണ്ടിരിക്കുകയാണോ? നിന്റെ പത്നി മൂലം എന്റെ സഹോദരിക്കുണ്ടായ ദുരനുഭവത്തിന് നിന്റെ ശിരസ് ചെതിച്ച് ഈ കോട്ടവാതിൽക്കൽ പ്രദർശിപ്പിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടടാ. ഈ രാജാവ് രാജുവിനെ പോലെ ഉണ്ടല്ലോ. ഇവൻ എന്റെ രൂപസാദൃശ്യമുണ്ടല്ലോ. ഒരുപക്ഷെ ഇവൻ എന്റെ മരുമകനാണോ? അപ്പോ ഇവൾ എന്റെ സഹോദരി തന്നെ. ഈ ഒരുമ്പെട്ടവളും വന്നിട്ടുണ്ടോ? എന്റെ സഹോദരിയെയും മരുമകനെയും ഇവിടെ എത്തിച്ചത് കൊണ്ട് ഒരു ചെറിയ നന്ദി പ്രകടനം എന്നോണം നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടെ പോകാൻ അനുവദിക്കുന്നു. പോ, ഈ അഴിഞ്ഞാട്ടക്കാരിയോടൊപ്പം പോയി അഴിഞ്ഞാടി ജീവിക്ക്. പോ. നിന്റെ വരവോടെ കോടാനുകോടി ദീപങ്ങളിലെ പ്രകാശം തെളിഞ്ഞതുപോലെ ഉണ്ട് സഹോദരി. വരൂ, നമ്മുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കൂ. നിന്റെ വരവാൽ ഈ മണ്ണും ഹർഷപുളകിതയായിരിക്കുന്നു സഹോദരി. മഹാരാജാവും നിന്നെ കണ്ടാൽ ഒരുപാട് ആനന്ദിക്കും. വരൂ സഹോദരി. വന്നാലും നിങ്ങൾ ഇനി ഒരടി മുന്നിലേക്ക് വെച്ചാൽ നിങ്ങളുടെ ശിരസ് ഛേദിക്കപ്പെടും. മഹാരാജാവ് നീണാൽ വാഴട്ടെ. മഹാരാജാവിനൊരു ശുഭവാർത്തയുണ്ട്. അങ്ങയുടെ മനസ്സ് നിരന്തരം എന്തിനെ പ്രതി ദുഃഖിക്കുന്നുവോ അതിപ്പോൾ ആ ഭഗവാന്റെ കൃപയാൽ അങ്ങയെ തേടി ഇവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രഭു. മഹാറാണിയും അങ്ങയുടെ മകനും തിരിച്ചു വന്നിരിക്കുന്നു. മഹാറാണി, എന്റെ ജീവനായ പ്രിയ പത്നി, എന്റെ സ്നേഹം വിട്ടെറിഞ്ഞിട്ട് ഈ രാജാവിനെ ദുഃഖത്തിലർത്തി തനിച്ചാക്കിയിട്ട് നിന്റെ ഓർമ്മയിൽ ജീവിക്കാൻ പറഞ്ഞ് എന്നെ ശവിച്ചിട്ട് പൊക്കളഞ്ഞു. അവൻ നമ്മുടെ പ്രിയ മകനല്ലേ? ഇതാരുടെ അവൻ? ഇവൾക്ക് ഞാൻ മോനാണെന്ന് പറയുന്നു. നിനക്കിപ്പോഴും എന്നോടുള്ള കോപം ശമിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദണ്ഡനായക പ്രഭു, എന്റെ പ്രിയ ശ്രീമതിക്കും എന്റെ പ്രിയ പുത്രനും അവരുടെ അറകൾ വേഗം കാണിച്ചു കൊടുക്കൂ. അങ്ങനെയാകട്ടെ. നിങ്ങൾ പോയി വിശ്രമിച്ചുകൊള്ളൂ.